Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. ഇഫ് യു വാണ്ട് ടു ഗോ യു മേ. ഇഫ് യു വാണ്ട് ടു ഗോ യു മേ. ഇതിന് പകരം നമുക്ക് വേറെ ഒരു രീതിയിൽ പറയാം. യു മേ ഗോ ഇഫ് യു വാണ്ട് ടു. യു മേ ഗോ ഇഫ് യു വാണ്ട് ടു. നമ്മൾ വളരെ ഇൻഫോർമൽ ആൻഡ് കാഷ്വൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇതിനെ മേന് പകരം ക്യാൻ വേണമെങ്കിൽ നമുക്ക് പറയാം. യു ക്യാൻ ഗോ ഇഫ് യു വാണ്ട് ടു. അതായത് യു മേ ഗോ ഇഫ് യു വാണ്ട് ടു എന്നതിന് പകരമായി യു ക്യാൻ യൂസ് യു ക്യാൻ ഗോ ഇഫ് യു വാണ്ട് ടു, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഗോ യു ക്യാൻ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഗോ യു മേ. എന്റെ കൂടെ വരുവാനായി ഞാൻ അവനെ പ്രേരിപ്പിച്ചു. എന്റെ കൂടെ വരുവാനായി ഞാൻ അവനെ പ്രേരിപ്പിച്ചു. ഐ പെർസുവേഡഡ് ഹിം ടു കം വിത്ത് മീ. ഐ പെർസുവേഡഡ് ഹിം ടു കം വിത്ത് മീ. പെർസുവേഡഡ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ പ്രേരിപ്പിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നതിനെയാണ് പെർസുവേഡ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, ഞാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് അവൻ വന്നത്. ഞാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് അവൻ വന്നത്. ഹി കെയിം ബിക്കോസ് ഐ പെർസുവേഡഡ് ഹിം. ഹി കെയിം ബിക്കോസ് ഐ പെർസുവേഡഡ് ഹിം. അപ്പൊ ഇവിടെ നമ്മൾ ഐ പെർസുവേഡഡ് ഹിം, അതുകൊണ്ടാണ് അവൻ വന്നത് എന്നാണ് പറയുന്നത്. ഇതിനെ തന്നെ എന്റെ പ്രേരണ കൊണ്ടാണ് അവൻ വന്നത്. എന്റെ പ്രേരണ കൊണ്ടാണ് അവൻ വന്നത്. ഹി കെയിം ഡ്യൂ ടു മൈ പെർസുവേഷൻ. ഹി കെയിം ഡ്യൂ ടു മൈ പെർസുവേഷൻ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് മൈ പെർസുവേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പെർസുവേഡ് എന്നതിന്റെ നൗൺ ഫോം ആണ് ഉപയോഗിക്കുന്നത്. പെർസുവേഷൻ, പ്രേരണ. പോകുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പോകുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഡിസ്വേഡ് ഹെർ ഫ്രോം ലീവിംഗ്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഡിസ്വേഡ് ഹെർ ഫ്രോം ലീവിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പെർസുവേഡ് എന്നാണ് പറഞ്ഞത്. ആ പെർസുവേഡിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് ഡിസ്വേഡ്, അതായത് പിന്തിരിപ്പിക്കുക. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, ഞാൻ എന്റെ പരമാവധി ട്രൈ ചെയ്തു. ടു ഡിസ്വേഡ് ഹെർ ഫ്രോം ലീവിംഗ്, പോകുന്നതിൽ നിന്നും അവളെ ഡിസ്വേഡ് ചെയ്യുവാൻ, പിന്തിരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ഈ ഡിസ്വേഡ് എന്നതിനെക്കാട്ടി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു സ്റ്റോപ്പ് ഹെർ ഫ്രോം ലീവിംഗ്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു സ്റ്റോപ്പ് ഹെർ ഫ്രോം ലീവിംഗ്. നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി കൂടണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പുതിയ വാക്കുകൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് സ്റ്റോപ്പിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ഇംഗ്ലീഷ് ആണ് ഡിസ്വേഡ്. അപ്പോൾ രണ്ട് വാക്കുകളാണ്, പെർസുവേഡ് അല്ലെങ്കിൽ ഡിസ്വേഡ്. അവൻ യാതൊന്നും സംഭവിക്കാത്ത പോലെയാണ് സംസാരിച്ചത്. അവൻ യാതൊന്നും സംഭവിക്കാത്ത പോലെയാണ് സംസാരിച്ചത്. He spoke as though nothing had happened. He spoke as though nothing had happened. Speak എന്ന വാക്കിന്റെ past tense ആണ് spoke. അപ്പോൾ he spoke, അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ സംസാരിച്ചത് as though nothing had happened. Nothing had happened, ഒന്നും സംഭവിക്കാത്തത് പോലെ, as though, അതുപോലെ ആണ് അവൻ സംസാരിച്ചത്. സോ ഹി സ്പോക്ക് ആസ് ദോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹി സ്പോക്ക് ആസ് ഇഫ് നത്തിങ് ഹാഡ് ഹാപ്പൻഡ്. ഒന്നും സംഭവിക്കാത്തത് പോലെയാണ് അവൻ സംസാരിച്ചത്. അവൾ ഇതുവരെ ആരോടെങ്കിലും സംസാരിച്ചോ? അവൾ ഇതുവരെ ആരോടെങ്കിലും സംസാരിച്ചോ? ഹാസ് ഷീ സ്പോക്കൺ ടു എനിവൺ യെറ്റ്? ഹാസ് ഷീ സ്പോക്കൺ ടു എനിവൺ യെറ്റ്? ഇവിടെ നമ്മൾ സ്പീക്ക് എന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോം ആണ് ഉപയോഗിക്കുന്നത്. സ്പോക്കൺ. ഹാസ് ഷീ സ്പോക്കൺ ടു എനിവൺ? അവൾ ആരോടെങ്കിലും സംസാരിച്ചോ? യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ. അപ്പോ അവൾ ഇതുവരെ ആരോടെങ്കിലും സംസാരിച്ചോ? ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് നമ്മൾ പറയാണ്, അവൾ മുഴുവൻ ദിവസവും ആരോടും സംസാരിച്ചിട്ടില്ല. അവൾ മുഴുവൻ ദിവസവും ആരോടും സംസാരിച്ചിട്ടില്ല. ഷീ ഹാസ് നോട്ട് സ്പോക്കൺ ടു എനിബഡി ദ ഹോൾ ഡേ. ഷീ ഹാസ് നോട്ട് സ്പോക്കൺ ടു എനിബഡി. ആരോടും അവൾ സംസാരിച്ചിട്ടില്ല ദ ഹോൾ ഡേ, മുഴുവൻ ദിവസവും. നീ അവളോട് സംസാരിച്ചോ? നീ അവളോട് സംസാരിച്ചോ? ഡിഡ് യു സ്പീക്ക് ടു ഹെർ? ഡിഡ് യു സ്പീക്ക് ടു ഹെർ?
നീ ഇതുവരെയും അവളോട് സംസാരിച്ചില്ലേ? നീ ഇതുവരെയായിട്ടും അവളോട് സംസാരിച്ചില്ലേ? Haven't you spoken to her yet? Haven't you spoken to her yet? Haven't you spoken to her എന്ന് പറഞ്ഞാൽ നീ അവളോട് സംസാരിച്ചിട്ടില്ലേ? Yet ഇതുവരെയായിട്ടും അല്ലെങ്കിൽ ഇതുവരെ. Haven't you spoken to her yet? എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നെ തെറ്റിദ്ധരിക്കരുത്. Don't get me wrong. Don't get me wrong. ഈ get me wrong എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണ്. അതായത് ഫ്രേസൽ വേർബാണ്. ഓക്കെ, സോ ഗെറ്റ് മീ റോങ്. ഓക്കെ, അപ്പോൾ ഗെറ്റിന്റെ അല്ലെങ്കിൽ റോങ്ങിന്റെ അർത്ഥം, മീന്റെ അർത്ഥം അങ്ങനെ നോക്കാൻ പാടില്ല. 3 വാക്കുകളും ചേർത്ത് വായിക്കുമ്പോഴാണ് അതൊരു ഫ്രേസൽ വേർബ് ആകുന്നത്. അതിന്റെ അർത്ഥം മിസ്അണ്ടർസ്റ്റാൻഡ്. ഇതിനെ തന്നെ നമുക്ക് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ അങ്ങനെയും പറയാം. മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന വാക്കിനെക്കാട്ടിയും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഇംഗ്ലീഷ് യൂസേജ് ആണ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. അവന്റെ അവകാശം തെളിയിക്കാൻ അവന്റെ പക്കൽ വല്ലതുമുണ്ടോ? അവന്റെ അവകാശം തെളിയിക്കാൻ അവന്റെ പക്കൽ വല്ലതുമുണ്ടോ? Does he have anything to prove his claim? Does he have anything to prove his claim? Claim എന്ന് പറഞ്ഞാൽ അവകാശം. ഓക്കെ, does he have anything? അവന്റെ കയ്യിൽ എനിത്തിങ് എന്തെങ്കിലും ഉണ്ടോ? ടു പ്രൂവ് തെളിയിക്കാൻ, അവന്റെ ക്ലെയിം തെളിയിക്കാൻ. ടു പ്രൂവ് ഹിസ് ക്ലെയിം. ഇവിടെ ടു പ്രൂവ് ഹിസ് ക്ലെയിം എന്നതിന് പകരം വേറൊരു ശൈലി ഉപയോഗിക്കാവുന്നതാണ് ടു ബാക്ക് ഹിസ് ക്ലെയിം. ഡസ് ഹി ഹാവ് എനിത്തിങ് ടു ബാക്ക് ഹിസ് ക്ലെയിം? അപ്പോൾ ടു പ്രൂവ് ഹിസ് ക്ലെയിം അല്ലെങ്കിൽ ടു ബാക്ക് ഹിസ് ക്ലെയിം. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം താമസിക്കാൻ പറ്റില്ലേ? ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം താമസിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം താമസിച്ചുകൂടെ? Can't you stay with us tonight? Can't you stay with us tonight? Stay with us എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊപ്പം സ്റ്റേ ചെയ്യുക, താമസിക്കുക. Tonight ഇന്ന് രാത്രി എന്നതിനെ ഇംഗ്ലീഷിൽ tonight എന്നാണ് പറയേണ്ടത്. ഞാനിത് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് രാത്രി എന്നതിനെ ടുഡേ നൈറ്റ് എന്നൊരിക്കലും പറയരുത്. Tonight. Can't you stay with us tonight? ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം താമസിച്ചാൽ എന്താ? ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം താമസിച്ചാൽ എന്താ? Why don't you stay with us tonight? ഇത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു വേരിയേഷൻ ആണ്. Why don't you stay with us tonight? ഇതൊരു നമ്മൾ ഒരാളുടെ അടുത്ത് സജഷൻ പറയണം, അല്ലാതെ ഒരു ഓർഡർ. Why don't you stay with us tonight? ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം താമസിച്ചുകൂടെ അല്ലെങ്കിൽ താമസിച്ചാൽ എന്താ? ഇന്ന് രാത്രി നീ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. ഇന്ന് രാത്രി നീ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. We would be very glad if you stay here tonight. We would be very glad if you stay here tonight. ഇവിടെ very glad, that is same meaning ആണ് very happy. Okay, അപ്പോൾ very happy അല്ലെങ്കിൽ very glad if you stay here tonight. ഇന്ന് ഇവിടെ താമസിക്കുകയാണെങ്കിൽ we would be very happy അല്ലെങ്കിൽ very glad. അപ്പോൾ thank you very much for watching. See you in the next